ഞങ്ങൾ നടത്തിയ സർവേയിൽ പറയാൻ സാധ്യതയുള്ള ഉത്തരം വേണം നിങ്ങൾ പറയാൻ. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. പറയാൻ സാധ്യതയുള്ള ഉത്തരങ്ങൾ പറയണം. നിങ്ങളിൽ ആരാദ്യം പറയുമെന്ന് തീരുമാനിക്കുന്നത് പുരുഷുവാണ്. പുരുഷു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദിനി, പുരുഷു വരട്ടെ. നമുക്ക് മരിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡി. രണ്ടാം സ്ഥാനം മരിയയ്ക്ക്. ജീന. എ. ജീന എ. നാലാം സ്ഥാനം ജീനയ്ക്ക്. രൂപേഷ്. ബി. എബിൻ. സി. ചോദ്യം: ഭാവി വധു അല്ലെങ്കിൽ വരന് ഉണ്ടായിരിക്കേണ്ട പ്രധാന ഗുണം എന്താണ്? സൗന്ദര്യം. സൗന്ദര്യമുണ്ട് വധുവിന്, പക്ഷേ വധുവിന് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, യാതൊരു ബുദ്ധിയില്ല, ബോധമില്ല. നന്ദിനി ഉദാഹരണം. അത്യാവശ്യം സൗന്ദര്യമുണ്ട്, പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ കയ്യിൽ പോയി കിടക്കാനല്ലേ. അതുപോലെയാണെങ്കിൽ കുഴപ്പമില്ല. പൊതുജനം പറയാൻ സാധ്യതയുള്ളതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പൊതുജനം സൗന്ദര്യമാണ് നോക്കുന്നത് അല്ലേ? നോക്കാം. 18% പേര് സൗന്ദര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മരിയയാണ് അടുത്തത് പറയേണ്ടത്. 82% ഇനി ബാക്കിയുണ്ട്. മരിയ പറയൂ. നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും. നമ്മളെ മനസ്സിലാക്കണം. നോക്കട്ടെ. ഇല്ല. എൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത്, ഒരു അറേഞ്ച്ഡ് മാരേജിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സമയം വേണ്ടി വരും. നമ്മളൊരു ഭാവി വരൻ അല്ലെ വധു, ഇത് അണ്ടർസ്റ്റാൻഡിങ് ആണോ, കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് എന്നെ മനസ്സിലാക്കുമോ എന്നൊക്കെ നമുക്ക് ജഡ്ജിങ്ങിന് ഇത്തിരി പാടായതുകൊണ്ടായിരിക്കും നമ്മുടെ സർവേയിൽ ആരും അത് പറഞ്ഞില്ല. അടുത്ത ആളാരാണ്? അടുത്ത രൂപേഷ്. രൂപേഷേ, രൂപേഷിന്റെ ഭാര്യ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അതാണ് രൂപേഷിന്റെ മുന്നിലുള്ള ചലഞ്ച്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്താണ് ആഗ്രഹിച്ചിരുന്നത് എന്നുള്ളതൊക്കെ കൂടി ഒന്ന് കണക്കൂട്ടി ഒരു ഉത്തരം പറയും. സ്നേഹിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. വീട്ടിലുള്ളവരെ സ്നേഹിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. 21% പേര് സ്നേഹമുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞു. ജീന. നല്ല സ്വഭാവമായിരിക്കണം. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടും? കള്ള് കുടിക്കരുത്. അത് ആലോചിച്ചപ്പോ എനിക്ക് സംഗതി പിടികിട്ടി. സംഗതി ആലോചിച്ചിട്ട് എന്താ കറങ്ങി കഴിഞ്ഞാൽ എനിക്ക് പിടികിട്ടി. ചേട്ടൻ 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 ചായ കുടിക്കൂലേ? എന്തൊരു അത് കളങ്കുണ്ട്, മനസ്സിൽ കള്ളമുണ്ട്. നമ്മളൊന്നും അയ്യോ, നമ്മൾ ഇതുപോലെ ഒരു ഫാമിലി കാണുന്ന പരിപാടിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കോ പറയൂല. ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞത് ചായ കുടിക്കുന്ന കാര്യമാണ്. അപ്പോഴത്തേക്ക് ചേട്ടൻ ഇല്ല കേട്ടാ. അപ്പൊ എന്താ പറഞ്ഞ നല്ല സ്വഭാവമായിരിക്കണം. നല്ല സ്വഭാവം. നോക്കട്ടെ എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. 24% പേർക്കും നല്ല സ്വഭാവമാണ്. നിങ്ങളുടെ ഭർത്താവിനുള്ള 2 മോശ സ്വഭാവം എന്ന് പറഞ്ഞേ. പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്ന് എന്ത് ചെയ്യും? ഖലീലെ ദുൽഖറിനെ പോലെയാണോ? ദേഷ്യം വരും എന്തെങ്കിലും പെട്ടെന്ന് വന്നു. ഇപ്പൊ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വണ്ടികൾ എടുത്തു പോകുമ്പോ ഞാൻ പതുക്കെ പറയുമ്പോ ഇങ്ങനെ നോക്കും. പിന്നെയും പറഞ്ഞ പിന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. പുള്ളിയുടെ രണ്ടാമത്തെ ദോഷം എന്താണ്? രണ്ടാമത്തെ ദോഷം ഒരു കാര്യം ചെയ്തിട്ട് ഞങ്ങൾ ചോദിക്കുമ്പോ ഞാൻ പറയും ചെയ്തല്ലേ. ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. ആള് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇല്ല സമ്മതിക്കില്ല. ചെയ്തു സമ്മതിക്കില്ല. ശരി, ഭർത്താവ് പറയുന്നത് നിങ്ങളുടെ 2 കുറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്റെ കുറ്റങ്ങളും ദേഷ്യം പറയാറുണ്ട്. തിരിച്ചും ദേഷ്യം പറയാറുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒട്ടും പഞ്ച്വാലിറ്റി ഇല്ല. നോക്കട്ടെ, നമുക്ക് എന്തായാലും ബി ഒന്ന് തുറന്നു നോക്കാം. ആരൊക്കെ പറഞ്ഞു, എന്താ പറഞ്ഞെന്നുള്ളത് അറിയണ്ടേ? വിദ്യാഭ്യാസം, നല്ല ജോലി. അതൊരു വലിയ വിഭാഗം ആളുകൾ പറഞ്ഞു. വിദ്യാഭ്യാസം ഉണ്ടാകണം, നല്ല ജോലി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഓപ്പൺ ഇ. ഇന്നത്തെ കാലത്ത് സെക്യൂരിറ്റി വളരെ വലുതാണ്. പണം. വലിയൊരു വിഭാഗത്തിന് പണം മാത്രം മതി. വേറെ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാശുണ്ടോ, പ്രേമിക്കാൻ റെഡിയാണ്. കാശ് തീർന്നു ഡൈവേഴ്സ്. അതിനു വേണ്ടിയിട്ടുള്ള സെറ്റപ്പിൽ ഒരുപാട് പ്രേമങ്ങളും കല്യാണവും ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ?
ഇപ്പൊ അബിന്റെ മുഖത്ത് അങ്ങോട്ട് സെറ്റപ്പ് ഞാൻ കാണുന്നുണ്ട്. എബിനാണെങ്കിൽ ചിരിച്ചോണ്ട് തല കുലുക്കുകയും ചെയ്തു. എബിനാ അതാണ്, അതെ അതെ അതെ, ആ പറഞ്ഞതാണ് പോയിന്റ് എന്നുള്ള കണക്കിന് പറയാണ്. ശരി, അപ്പൊ ഈ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും പുരുഷവും. ഇത്തവണ ഒരു മാർക്കും കഴിഞ്ഞ തവണ മേടിക്കാത്ത ഒരാൾക്കാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. മറിയ. സി. കണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് രൂപേഷ് ആയിക്കോട്ടെ. എ. എ. എബിൻ. ബി. ബി. ജീന. ഡി. ഡി. മലയാളി വീടുകളിൽ സാധാരണയായി കാണപ്പെടുന്ന മരം ഏതാണ്? മാവ്. നോക്കട്ടെ. 23% പേരാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ജീന. തെങ്ങ്. തെങ്ങ് എല്ലാ മലയാളിയും വീട്ടിലുള്ള സാധനമോ? ശരി, പുള്ളിക്കാരൻ സ്നേഹം കൂടുമ്പോ എന്താ വിളിക്കുന്നതെന്ന് പറ. ജീന തന്നെ വിളിക്കണേ. സ്നേഹം കൂടുമ്പോഴാ? ആ, ജീന തന്നെ വിളിക്കണേ. അല്ല, അപ്പൊ ദേഷ്യം വരുമ്പോ എന്താ വിളിക്കുന്നത്? വരുമ്പോഴും ജീന തന്നെ വിളിക്കണം. അല്ല, സ്നേഹം കൂടുമ്പോ എന്തോ ഒരു ഇരട്ട ഒരു ഓമന ജീന പേരില്ലേ? മോളെ. അല്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരണില്ല. ബേബി ഡാർലിംഗ് സ്വീറ്റ് ആർട്ട് ഹണി. ഇല്ല ഇല്ല അജേ, അതൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ നിർത്തൂലേ? തക്കുടു, ഇല്ല. കുരുക്കുടാച്ചി സിംഗമേ, അതാണ് മറ്റേ വളരെ പ്രായമായവര് വിളിക്കുന്ന വിളികൾ. അങ്ങനെ എന്താ വിളിക്കൂലേ? ഇല്ല ടുട്ടുർണി, ടിംബ്ലോഷി, ഇല്ല വിളിക്കില്ല. ഒന്നും വിളിക്കില്ല. ജീന. അല്ല, നിങ്ങൾ ഭയങ്കര ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വീട്ടില്. ഹായ് ജീന. നിങ്ങള് എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറയോ വീട്ടില്? എക്സ്ക്യൂസ് മീ, അതിലൊന്ന് പൊക്കോട്ടെ, അങ്ങനെയൊക്കെ പറയാറുണ്ടോ വീട്ടില്? ഭയങ്കര ഓഫീസാണല്ലോ നിങ്ങളുടെ വീട്ടില്. ഇല്ല ഇല്ല ഇല്ല. അങ്ങനെയാണെങ്കിൽ ശരി, പുള്ളിക്കാരനെ എന്താണ് സ്നേഹം കൂടുമ്പോ വിളിക്കുന്നത്? ഞാൻ വിശാലിനെ വിളിക്കും. വിശാൽ. വിശാൽ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പേര് വിളിക്കുന്നത്, സ്നേഹം കൂടിയ പേരെ വിളിക്കുള്ളൂ. ഇതിന്റെ അറ്റൻഡൻസ് വിളിക്കണോ വീട്ടില്? വിഷു വിളിക്കാറുണ്ട്. ഞങ്ങൾ ഇവിടെ പിഷുന്നാ വിളിക്കുന്നത്. അതിന്റെ ഏടാന്നൊക്കെ ചേർക്കും അതിന്റെ കൂട്ടത്തിൽ. ഇല്ല ഇല്ല, എടാന്ന് വിളിക്കും. വിഷു. വിഷു അല്ല, അപ്പൊ വിഷുവിന്റെ ദിവസം രാവിലെ വിഷു ഹാപ്പി വിഷു വിഷു എന്നും പറഞ്ഞിട്ട് വലിയ പാടായിരിക്കും നിങ്ങൾക്ക് അല്ലേ? വിശാലിനെ വിളിക്കും. ഭയങ്കര വിഷു തന്നെ കേട്ടോ നിങ്ങളുടെ. ശരി, പറയൂ, ഏതാ മരം? തെങ്ങ് തെങ്ങ് അല്ലേ? നോക്കട്ടെ. 24% പേര്. രൂപേഷേ? പ്ലാവ്. പ്ലാവ്. 22% വീടുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എബിനാണ് ചുറ്റിപ്പോയത്. ടൈറ്റ് മത്സരമാണ്. എബിൻ കൈയടിച്ച് ഇപ്പൊ മരവും ഇല്ല, സാധനവും തീർന്നു, എല്ലാം തീർന്ന്. തുളസി. തുളസി ശരിയാണ്, തുളസി. പക്ഷെ അതൊരു മരമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഓണത്തിന് തുളസിയിൽ ഊഞ്ഞാല് കെട്ടി 9 പേര് ആടി. തുളസി മരമല്ലേ? പിന്നെ അതിന് കൊമ്പൊടിഞ്ഞു വീണപ്പോ ആ കൊമ്പോണ്ട് ഞങ്ങളുടെ കട്ടിലൊരു കട്ടിലേം പണിതു. ഒരു ചാൻസും ഇല്ല, തുളസി കയ്യിൽ നിന്ന് പോയി. ഇല്ല, തരില്ല. തുളസി മരം, എല്ലാ വീട്ടിലും കാണുന്ന തുളസി മരം. നോക്കട്ടെ. ഓ, ഇനി വെറുതെ ഒന്ന് ഊഹിക്കാൻ. തുളസി ഒരു അവസരം കൂടെ തരുമോന്ന് എന്നോട് ചോദിച്ചോണ്ട്. മാർക്കൊന്നുമില്ല, ഒരെണ്ണം പറ. ആളെ ഇനി ഒരു മരം പറ. ഇല്ല, ചെമ്പരത്തി ഒന്നും മരമാണ്, വാഴ പറയും. വാഴ മരം ഇല്ല. എന്നാ ഒന്നുകൂടെ മരിയ പറ, ഏതായിരിക്കും? നാരകം. വാഴമരം. അറിഞ്ഞിരുന്നു. ഇപ്പൊ വാഴ പറഞ്ഞത് നന്നായി, അല്ല ഈ കേസിൽ എബിൻ ഒറ്റപ്പെട്ടു പോയത്. നിങ്ങൾ കൂട്ടുകൊണ്ട് കയറി. ജീന? മുരിങ്ങയ്ക്ക. മുരിക്ക്. മുരിക്കോ? മുരിങ്ങൊക്കെ ഉണ്ടാകുന്നത്? അയ്യോ, മുരിങ്ങ. മുരിങ്ങ മരം. മുരിങ്ങ. മുരിങ്ങയുണ്ട്. ഇനി വെറുതെ ഈയും കൂടെ തുറന്നു നോക്കാം. ഓപ്പൺ ഈ. പുളി. കറിവേപ്പിലയുടെ മരവും മിക്കവാറും ഒക്കെ വീട്ടുകളുണ്ട്. പക്ഷെ പല വീടുകളിലും കറിവേപ്പില മരമാവാൻ അനുവദിക്കാതെ ചെടിയായിട്ട് തന്നെ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. പക്ഷെ വാഴമരവും തുളസി മരവും പല വീടുകളിലും തുളസി തറ കെട്ടി ഫ്രണ്ടിൽ മരമാക്കി വളർത്തുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും നമുക്ക് ഇപ്രാവശ്യം തുളസിയിൽ നിന്ന് തുടങ്ങാം. കുട്ടി പറയൂ. സി. രൂപേഷ്? ഡി. മരിയ? ഡി. ജീന? എ.
ജീനയും രൂപേഷും ഏകദേശം രക്ഷപ്പെട്ട മട്ടുണ്ട്. എന്നാൽ എബിനും മരിയയും രണ്ട് വിവാഹിതർ രക്ഷപ്പെട്ടൊരു സാഹചര്യത്തിൽ രണ്ട് അവിവാഹിതർ ഇവിടെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 18 മാർക്ക്, ഒരാൾക്ക് 23 മാർക്ക്. അതാണ് നേടിയിട്ടുള്ളത്. അടുത്ത ചോദ്യം നിർണായകമാണ്. ഒരാളെ ഔട്ടാകുകയുള്ളൂ. 3-ാം ചാൻസിന് വേണ്ടി വാശിയോടെ പോരാടുക. അത് 2-ാം ചാൻസ് വരെ ആകാം. ശതമാനക്കണക്കനുസരിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ശ്രദ്ധിച്ച് ഉത്തരം പറയുക. ജീന. നല്ല രാഷ്ട്രീയ നേതാവിന് വേണ്ട പ്രധാന ഗുണം എന്തായിരിക്കണം? പറഞ്ഞ വാക്കിന് പാലിക്കണം. എന്താ പറഞ്ഞത് അത് പാലിക്കണം. വാക്ക് പാലിക്കുക. നോക്കട്ടെ, വാക്ക് പാലിക്കലുണ്ടോ എന്നുള്ളത്. ഇല്ല. രൂപേഷ്. പൊതു താല്പര്യം നടപ്പിലാക്കുക. നോക്കട്ടെ, പൊതു താല്പര്യമുണ്ടോ എന്ന്. ചെയ്യേണ്ടത് എന്താണ് എന്നൊരു ചോദ്യമായിരുന്നെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത് എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചതെങ്കിൽ പൊതു താല്പര്യം നടപ്പിലാക്കുക, വാക്ക് പാലിക്കുക എന്നൊക്കെ പറയാം. അതൊരു കർമ്മമാണ്. ഇഞ്ചോടിഞ്ച് മത്സരമാണ്. ഇനി അടുത്ത 2 പേര്. ടോപ്പേഴ്സ് 2 പേരും ക്രോസ് വാങ്ങിയിരിക്കുകയാണ്. ഈ സമയമാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന സമയമാണിത്. പറയൂ എബിൻ. ചിന്തിക്കുന്ന ആളായിരിക്കും. ചിന്തിക്കുന്ന ആള്. എന്ത് ചിന്തിക്കുന്ന ആള്? എടുത്ത് ചാടി ഒരു പ്രശ്നത്തിൽ ചാടാതെ ചിന്തിച്ച് എന്താണ് അതിന്റെ സൊല്യൂഷൻ നോക്കുക. അങ്ങനെ ചിന്തയുള്ള ആൾ. അല്ലെങ്കിൽ റൈറ്റ് ചോയ്സ് എടുക്കുക. ഒറ്റ വാക്ക് പറയാൻ ഒരു ചാൻസ് തരാം. വേണ്ട ഗുണം എന്താണ്? സമയം കഴിഞ്ഞു. സത്യസന്ധത, കഠിനാധ്വാനം. സത്യസന്ധത. നോക്കട്ടെ. ഓപ്പൺ ബി. നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം ബാക്കി എന്തൊക്കെയാണെന്നുള്ളത്. നേതൃത്വ പാഠവം, ലീഡർഷിപ്പ് ക്വാളിറ്റി. ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാതെ ഒരു രാഷ്ട്രീയ, അതൊക്കെ സർവനാമങ്ങളാണ്. അതിന് കീഴിൽ സബ് കുറെ വരുന്നുണ്ട്. ഒറ്റവാക്കിൽ നേതൃപാഠവം. ഓപ്പൺ സി. ബുദ്ധി, വിദ്യാഭ്യാസം. ഒരു പരിധിവരെ എബിൻ പറഞ്ഞ ചിന്തയുടെയൊക്കെ ഒരു വകഭേദം കിടക്കുന്നത് അവിടെയാണ്. ഒറ്റ വാക്ക് പറയാൻ ഒരു അവസരം തരാമെന്ന് പറഞ്ഞത് ബുദ്ധി ഉണ്ടായിരിക്കണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. വിദ്യാഭ്യാസം. ഓപ്പൺ ഡി. വിനയം, ലാളിത്യം. ലളിതമായ ജീവിതം നയിക്കുന്ന, എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ ശേഷിയുള്ള ഒരാളായിരിക്കണം. ഓപ്പൺ ഇ. ആത്മാർത്ഥത. ശരിക്കും ശരിയല്ല എന്ന് പറയുന്ന റൗണ്ട് വളരെ വാശിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യം ജയിച്ചു നിന്ന് 2 പേർ ഗുണം വാങ്ങി. പക്ഷെ സത്യസന്ധത മരിയേനെ രക്ഷിച്ചു എന്ന് വേണം എനിക്ക് തോന്നാൻ. എബിൻ അതിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ എല്ലാം യാത്ര ചെയ്തു. ഭ്രമണപഥത്തിലൂടെ കയറി അതിലെ ഇതിലെയൊക്കെ യാത്ര ചെയ്തു. പക്ഷെ എബിൻ അതിന്റെ വക്കത്തെത്തിയിട്ടും ചില സമയത്ത് ചില വാക്കുകൾ, ചില ഉത്തരങ്ങൾ നമുക്ക് കിട്ടില്ല. എബിൻ പെട്ടുപോയത് ആ ഒരു കേസിലാണ്. ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിരിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. മരിയ 48, ജീന 48, എബിൻ 18, രൂപേഷ് 43. എബിൻ ഗംഭീരമായിട്ട് മത്സരിച്ചു. ഇതിന്റെ ഒരു സ്വഭാവം തന്നെ ഫൺ എന്ന എലമെന്റിലൂടെയാണ് ഈ ക്യൂസ് മത്സരം, അല്ലെങ്കിൽ ഈ ഗെയിം ഷോ, അല്ലെങ്കിൽ ഈ കോമഡി ഷോ, എന്ത് പേരിട്ട് ഇതിനെ വിളിച്ചാലും ഇത് മുന്നിലേക്ക് പോകുന്നത് ഫൺ എന്നൊരു എലമെന്റിലാണ്. ഇവിടെ ചിരിച്ച മുഖത്തോടെ ഇത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, പരസ്പരം കളിയാക്കാം, പരസ്പരം വർത്തമാനങ്ങൾ പറയാം, പരസ്പരം അറിയാത്ത കാര്യങ്ങൾ പങ്കുവെക്കാം. അങ്ങനെ പോകുന്ന ഹോം മിനിസ്റ്ററിൽ ഈ റൗണ്ടിൽ എബിൻ നമ്മളെ വിട്ടു പോകുന്നു. എബിൻ എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല, ഇത്രയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. എബിൻ ഒരു IT പ്രൊഫഷണലാണ്. എബിൻ്റെ മേഖലയിൽ എബിൻ വളരെ മിടുക്കനാണ്. എല്ലാ ജീവിത ഉയർച്ചകളും നേർന്നുകൊണ്ട് സമ്മാനം നൽകുന്നതിനായി നന്ദിനി ക്ഷണിക്കുന്നു. നന്ദിനി.